ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഊട്ടിയിൽ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റിസോർട്ടിൽ തന്നെ കഴിക്കുന്നു. അതിനുശേഷം നമ്മളൊരു 10 o'clock 10:30 11 o'clock ആണ് ചെക്കൗട്ട്. നമ്മൾ നേരത്തെ തന്നെ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങണു. നമ്മൾ ഇവിടെ തണ്ടർ വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, അവിടെ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ പൂരി മസാലയും പിന്നെ ഇടിയപ്പം ആണ് ഓർഡർ ചെയ്ത് നോക്കുന്നത്. പിന്നെ ചായയും ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിച്ചിട്ട് വേഗം തന്നെ തണ്ടർ വേൾഡിൽ പോകാനാണ് പ്ലാൻ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ റിസോർട്ട് മൊത്തമായിട്ട് ചുറ്റി കണ്ടിട്ടൊന്നുമില്ല. റിസോർട്ട് മൊത്തമായിട്ട് ചുറ്റി കാണാൻ എളുപ്പമില്ല കേട്ടോ. അതൊരു 8 ഏക്കർ പ്രോപ്പർട്ടിയാണ്. 123 വില്ലാസ് ഉണ്ട്. അപ്പോൾ ഈ 8 ഏക്കറൊക്കെ മുഴുവൻ നടന്നിറങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതറ്റം വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേയൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങിയിട്ട് ഒന്ന് കാണാമെന്ന് വെച്ചിട്ട് സ്റ്റെപ്പ് ഇറങ്ങിപ്പോയി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ആമിയോട് പറഞ്ഞു, വേണ്ട നിർത്തിക്കോ, നമുക്ക് സമയം കളയേണ്ട, നമുക്ക് വേഗം തണ്ടർ വേൾഡിൽ പോയിട്ട് പിന്നെ അതിന് ശേഷം ഒരു ഹോഴ്സ് സഫാരി ഒന്ന് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് തൃശ്ശൂർ പോകണം. അപ്പോൾ ലേറ്റ് ആക്കണ്ട, നൈറ്റ് ആകുമ്പോഴേക്കും ചുരമൊക്കെ ഇറങ്ങണമല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത്ര കണ്ടാൽ മതി. തണ്ടർ വേൾഡ് നമ്മുടെ റിസോർട്ടിൻ്റെ അടുത്ത് തന്നെയാട്ടോ, നമ്മൾ പോകുന്ന വഴിയിൽ തന്നെയാണ്. അപ്പം നമ്മൾ തണ്ടർ വേൾഡിലെത്തി. ഇവിടെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇനി ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറേ ഇതോളുണ്ട്, എന്താ പറയുക, സ്നോ വേൾഡ്, പിന്നെ ഡൈനോസർ പാർക്ക്, തേർഡ് ഐ, ട്രിക്ക് ഐ, പിന്നെ 3D, പിന്നെ ഹൊറർ, റെയിൻ ഫോറസ്റ്റ്, പിന്നെ ഇന്ത്യ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഇതോളുണ്ട്. അപ്പം നമുക്കവിടെ ടിക്കറ്റ് എടുത്തിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. ഞാൻ ഊട്ടിയിൽ വന്നിട്ട് തണ്ടർ വേൾഡിൽ പോകണമെന്നൊന്നും പറയില്ല കേട്ടോ, റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇത് ആമിക്കുട്ടിയുടെ ഒരേ ഒരു ഇതാണ്. എപ്പോഴും നമ്മൾ ആ വഴിക്കോടെ പോകുമ്പോൾ, ഞങ്ങൾ റിസോർട്ടിൻ്റെ അടുത്താന്ന് പറഞ്ഞല്ലോ, നമ്മൾ സ്ഥലങ്ങളൊക്കെ എന്നും കാണാൻ പോകുമ്പോൾ ഇത് കാണാറുണ്ട്. അപ്പോൾ അവൾ കയറാമെന്ന് പറഞ്ഞിട്ട് കയറണതാണ്. ഇത് നമ്മുടെ ഇപ്പോൾ ഈ ഇതൊക്കെ ബാംഗ്ലൂരായാലും മൈസൂരൊക്കെ പോയപ്പോഴും ഇങ്ങനത്തെ ഇതോളം ഉണ്ടായിരുന്നു, മിറർ മേസ്, ഹൊറർ, 3D ഇതൊക്കെ. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിലെത്തി. അഡൾട്ട്സിന് 590 റുപ്പീസാണ്, പിന്നെ ചിൽഡ്രൻസിന് 490 റുപ്പീസാണ് എല്ലാത്തിനും കയറണമെങ്കിൽ കേട്ടോ. അപ്പം നമ്മൾ അതെല്ലാം എടുത്തിട്ടുണ്ട്, ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലണ്ടൻ ബസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കയറിയത് മിറർ മേസിലാണ് കേട്ടോ. മിറർ മേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എന്താ ജസ്റ്റ് ലൈറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ നിറയെ നമ്മുടെ ചുറ്റും മിററൊക്കെ ആയിരിക്കും. ലൈറ്റ് ഓഫ് ആവും, ലൈറ്റ് വരും, പല പല കളറുകളാവും. നമ്മളിനി വഴി കണ്ടുവച്ചിട്ട് പുറത്തേക്ക് കിടക്കണം. ഒരു 2-3 മിനിറ്റ്സിൻ്റെ അത്ര ഇതുള്ളൂ. ശരിക്കും ഈ 590 റുപ്പീസിന് വെർത്താണോ എന്ന് ചോദിച്ചാൽ അത്ര വെർത്തൊന്നുമല്ല ഇതിലത്തെ ഇതുള്ളൂ സംഭവങ്ങൾ വന്നിട്ട്. എന്നാലും കുഴപ്പമില്ല, പിള്ളേർക്കൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ആണല്ലോ അങ്ങനെ. അപ്പോൾ ആമിക്കുട്ടിയും നീല ബേബിയൊക്കെ ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മിറർ മേസിൻ്റെ ഇതുള്ളൂ LED ലൈറ്റൊക്കെ ഇട്ടിട്ടാണ്, ലേസർ അങ്ങനെ ലൈറ്റൊക്കെ കൊടുത്തിട്ടാണ് ഈ മിറർ മേസ് വരുന്നത്. ഞങ്ങൾ മൈസൂർ പോയപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ സെയിം മിറർ മേസ്. ഇങ്ങനെ കയറി മൈസൂർ പോയപ്പോഴും ഇങ്ങനത്തെ കുറേ ഇതോളന്നെ ഞങ്ങൾ കണ്ടത്. വാക്സ് മ്യൂസിയം, പിന്നെ ഷെൽ മ്യൂസിയം, മിറർ മേസ്, ഇങ്ങനത്തെ കുറേ ഇതോളന്നെയാണ് മൈസൂർ മെയിനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആമിക്ക് എവിടെ പോയാലും ഇങ്ങനത്തെ ഇതിൽ കയറണം എന്നാണ് വാശി പിടിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഊട്ടിയിൽ നമ്മൾ ഒരുവിധം എല്ലാതും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മസനഗുഡിയിൽ നിന്ന് വരുമ്പോൾ തന്നെ ആ ദിവസം തന്നെ കവർ ചെയ്തു. പിന്നെ പിറ്റേ ദിവസം വന്നിട്ടും കവർ ചെയ്തു. ഇപ്പം നെക്സ്റ്റ് നമ്മൾ കയറുന്നത് ട്രിക്ക് ഐ എന്ന് പറഞ്ഞിട്ടാണ്. 3D ആർട്ടാണ് കേട്ടോ. അതായത് അവർ ഒരു ഇതിൽ കറക്റ്റ് നമ്മൾ പൊസിഷനിൽ നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് 3D പിക്ചേഴ്സ് കിട്ടും കേട്ടോ നമുക്ക്. പിന്നെ ജസ്റ്റ് വീഡിയോസ് എടുത്തിട്ട് പോകേണ്ടത്. ഇതിന് ഞാനൊരു ഫോട്ടോസൊക്കെ എടുത്തത് ചിലതൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ട ആ ഫിഷൊക്കെ ശരിക്കും ഇങ്ങനെ 3D പോലെയല്ലേ, കറക്റ്റ് നമ്മുടെ കയ്യിലൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കുന്ന പോലെ തോന്നും. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസിൻ്റെ തന്നെ ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്യാട്ടോ ഇത് കഴിഞ്ഞിട്ട്. ഇതിൽ ഞാൻ ഫോട്ടോസ് ആഡ് ചെയ്തിട്ട് ലെങ്ത് ആക്കണില്ല. ഇതന്നെ ഞാൻ 2 പാർട്ടായിട്ടാണ് തണ്ടർ വേൾഡ് ചെയ്യണത്. ഞാൻ എല്ലാം കുറേ പറഞ്ഞല്ലോ, കുറേ ഇതോളുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ പാർട്ടായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നല്ല രസമാണ് കേട്ടോ. പിള്ളേരൊക്കെ നന്നായി എൻജോയ് ചെയ്യും. സത്യം പറഞ്ഞാൽ അത് ഒരു കുഴപ്പമില്ല.
അല്ല നമ്മൾ കുറേ നേച്ചർ കാണണം എന്ന് പറഞ്ഞിട്ട് കുറേ ബൊട്ടാനിക്കൽ ഗാർഡനും പിന്നെ നയൻത്ത് മെയിലും അങ്ങനെയൊക്കെ കുറേ നടപ്പിച്ച് അവർക്ക് അതിനേറ്റവും ഇൻട്രസ്റ്റിംഗ് ആവുന്നത് ഈ തണ്ടർ വേൾഡ് ഇങ്ങനത്തെ പിള്ളേർക്ക് എന്തായാലും വെർത്താണ് കേട്ടോ കാണാൻ വരാമെന്ന് വെച്ചാൽ അവർക്കത് ഇതാണ് അതിനേറ്റവും കൂടുതൽ ഒരു ഇൻട്രസ്റ്റ് ആവുക നമ്മളേറ്റവും. അപ്പോൾ ഇത് എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ ട്രിക്കായി എന്ന് പറയുന്നത്. മിറർ മേഴ്സിനായിട്ടൊക്കെ ഇത് നല്ല രസമായിട്ട് ഫോട്ടോസൊക്കെ നമ്മൾ കറക്റ്റ് മൊബൈൽ ആ ഫ്രെയിമിൽ വെച്ച് കിട്ടാന്ന് വെച്ചാൽ ഇവിടെ നിലത്ത് കിടന്നിട്ടൊക്കെ എടുക്കണം ഇതേ പൊസിഷനിൽ. അപ്പോൾ ശരിക്ക് അത് കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഞാൻ പിന്നെ ചെയ്യാം കേട്ടോ വീഡിയോ. ഇത് കറക്റ്റ് കണ്ട പൂച്ച ഗുഹയിൽ ശരിക്ക് ആമിക്കുട്ടി ഇരിക്കണ പോലെ തോന്നല്ലേ. അത് നല്ല രസമായിട്ട് തോന്നി കേട്ടോ. പിന്നെ നില ബേബിയാന്ന് വെച്ചാൽ ഒരു സ്ഥലത്തും അടങ്ങി നിൽക്കുന്നുണ്ടായിരുന്നില്ല. ഒരു ഫോട്ടോ എടുക്കാൻ നിൽക്കാൻ പറഞ്ഞാലും കുട്ടികളുടെ പ്രായമാണല്ലോ ഇങ്ങനെ ഓടി. പക്ഷേ ആ പൂച്ചേനെ ഭയങ്കര ഇഷ്ടമായിട്ട് അവിടെ പോയി ചാരിയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിൽ കയറിയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൽ ഒന്നുള്ളത് ഇതാണ് കേട്ടോ ട്രിക്കയാണ്. അപ്പോൾ ആമിക്കുട്ടി ഇങ്ങനെ പേടിക്കണ പോലെയൊക്കെ ആക്ഷൻ നിൽക്കുക ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നില ബേബി വീണ്ടും അതിൻ്റെ ഉള്ളിൽ നിന്നു. അപ്പോൾ ഞാൻ നിൽക്കാൻ പറഞ്ഞപ്പോഴേക്കും വീണ്ടും ഇങ്ങോട്ട് ഓടിയിട്ട്. അപ്പോൾ നില ബേബിയുടെ ഫോട്ടോ കിട്ടാനൊക്കെ വളരെ പ്രയാസം. ഇത് കണ്ട കറക്റ്റ് നമ്മൾ വെള്ളത്തേക്ക് വീഴണ പോലെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടുത്തെ തൂക്കുപാലം പോലെയൊക്കെ അങ്ങനെ കറക്റ്റ് നമ്മൾ ആ പൊസിഷനിലും ക്യാമറയിൽ കറക്റ്റ് പിടിച്ചെടുക്കാന്ന് വെച്ചാൽ ഫോട്ടോസൊക്കെ അടിപൊളിയായി കിട്ടും. അരിച്ചേട്ടൻ കുറേ നല്ല ഫോട്ടോസ് എടുത്ത് തന്നിട്ടുണ്ട്. ആദ്യമൊക്കെ നമ്മൾക്ക് സംഭവം കറക്റ്റ് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല, നല്ല ഫോട്ടോ കിട്ടുന്നുണ്ടായില്ല കറക്റ്റായിട്ട്. പിന്നെ അത് ചെയ്തിട്ടാണ് കിട്ടിയത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഡൈനോസർ വേൾഡ് എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡൈനോസറിൻ്റെ സ്കെൽട്ടൻസും ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു എക്സിബിഷൻ മോഡൽ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും അത്ര വലിയ വെർത്തായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. കുറച്ച് ഇതുള്ളൂ. ഡൈനോസർ വേൾഡൊക്കെ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡൈനോസേഴ്സ്. പിന്നെ പുറത്തവർ ചെയ്ത് എന്നെ വെറുത്തല്ല എന്ന് പറയാൻ കാരണം ഈ ഡൈനോസേഴ്സിന് ഒന്നും സൗണ്ട് വരുന്നുണ്ടായിരുന്നില്ല. ഇതൊക്കെ ചിലതിനൊക്കെ ചെറിയൊരു സൗണ്ട് പോലെ വരണുള്ളൂ ഡൈനോസർ വേൾഡ് എന്ന് പറഞ്ഞിട്ട്. അവർ ഓണാക്കാണ്ടാണോ എന്താ സംഭവം എന്നറിയില്ല. അങ്ങനെ കുറച്ച് സ്ഥലമുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് കുറേ ഡൈനോസേഴ്സും ഫോട്ടോ എടുക്കാനും അങ്ങനെ പിള്ളേർക്കൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയി തോന്നും. കണ്ടപ്പോൾ ഡൈനോസറിൻ്റെ മുട്ടയിൽ ഇങ്ങനെ നിന്നിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള ഇതൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് ഇതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ അവരൊന്നും എന്താ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യില്ല എന്ന് എനിക്ക് തോന്നിയത്. എന്താണെന്ന് വെച്ചാൽ ഇതിനൊക്കെ ചില ഡൈനോസേഴ്സിൻ്റെ അടുത്തൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ സൗണ്ട് ഉണ്ട്, ചെറിയൊരു സൗണ്ട്, ഭയങ്കര സൗണ്ടൊന്നും അവർ ഓണാക്കാണ്ടാണോ എന്നൊരു ഡൗട്ട്. അങ്ങനെ ഡൈനോസർ മുട്ടയുടെ ഉള്ളിൽ നിന്ന് വരുന്നതൊക്കെ. അപ്പോൾ അങ്ങനൊരു ഡൈനോസർ വേൾഡും കുഴപ്പമില്ലാത്ത തരം ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. പിള്ളേർക്കൊക്കെ കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആണല്ലോ അങ്ങനെ. പിന്നെ ഇവിടെ തന്നെ 590 അല്ലാണ്ട് നമുക്ക് എന്താ പറയുക എല്ലാ ഇതിലും കയറുണ്ടെങ്കിൽ ഒരു ഇതിന് മാത്രം 200. ആദ്യം എൻട്രൻസ് എടുക്കണം. എൻട്രൻസ് ഫീ ഞങ്ങൾ 200 ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഏതൊക്കെ ഇതിലാണ് കയറേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് സെപ്പറേറ്റ് ഫീസ് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അത് നോക്കാമെന്ന് വെച്ചാൽ വെറുതെ എൻ്റർ ചെയ്യാൻ തന്നെ 200 കൊടുത്തിട്ട് പിന്നെ സെപ്പറേറ്റ് കാണുന്നേറ്റും അതൊരു എന്താ പറയുക വെർത്തായിട്ട് തോന്നുന്നില്ല. നമുക്ക് വൺ ടൈമൊക്കെ വാച്ച് ചെയ്യാം. നമുക്ക് വലിയവർക്ക് മാത്രം അത്ര വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല. പിള്ളേർക്കൊക്കെ ഇതൊക്കെ ഒരു എന്താ പറയുക നേരം പോക്കാണല്ലോ ആദ്യമായിട്ട് കാണുമ്പോൾ ഡൈനോസേഴ്സിനൊക്കെ. അപ്പോൾ അതൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഊട്ടിയെ വരുമ്പോൾ ലാസ്റ്റ് ഡേ ഒക്കെ എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഇതൊക്കെ കാണാമെന്ന് വെച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് ഉണ്ടാക്കിയെന്ന് ഞാനൊരു ചേട്ടൻ ഇങ്ങനെ ഡിസ്കസ് ചെയ്യട്ടെ. സ്പോഞ്ചാണോ എന്താണ് ഇതൊക്കെ കണ്ട ഒരു ഡൈനോസറിൻ്റെ വായിലൊരു കുട്ടി ഡൈനോസർ അങ്ങനെയൊക്കെ കേട്ടാ. അപ്പം ഞാൻ നില ബേബിയോട് ഇങ്ങോട്ട് വീഡിയോയിലേക്ക് നോക്കാൻ പറഞ്ഞിട്ടൊന്നും നോക്കുന്നില്ല കേട്ടാ. തീരെ ഇൻട്രസ്റ്റിംഗ് ഇല്ല അങ്ങനെ. അപ്പോൾ ദേ ഇവിടെ എന്താ പറയുക വേറെ 3 ഡൈനോസേഴ്സ് നിൽക്കുന്നത്. ഇത് ആമിക്കുട്ടി പറയാതെ ഡസ്റ്റ്ബിന്നാണ് എന്ന് പറയുന്നു ഡൈനോസറിൻ്റെ ഇതിലുള്ളത് തന്നെ. ആമിക്കുട്ടി എന്തിട്ടാന്ന് പോയി നോക്കാം അങ്ങനെ. അപ്പം ആമിക്കുട്ടിക്ക് നില ബേബിക്കൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടാണ്. നെക്സ്റ്റ് നമ്മൾ കയറിയത് തേർഡ് ഐയിലാണ്. തേർഡ് ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ക്യാമറകളുടെ ഒരു വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ക്യാമറയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് എന്താ പറയുക ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും കേട്ടോ. അപ്പോൾ ഇതിൽ കണ്ട ഇവർ വോളിലൊക്കെ ക്യാമറകൾ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പിന്നെ ഓരോ ഇയറിൽ ഇറങ്ങിയിട്ടുള്ള ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ക്യാമറാസും
ഒക്കെ ഉണ്ട്. ഇത് നല്ലൊരു എന്താ പറയുക, ആമിക്കുട്ടിക്കൊന്നും അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ല, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഇങ്ങനെ ഓടിപ്പോയിട്ടാണ്. പക്ഷെ ക്യാമറാസിൻ്റെ ഒരുപാട് കളക്ഷൻസും ഫോട്ടോ എടുക്കാനും അതിനോട് താല്പര്യമുള്ളവരൊക്കെയാണെന്ന് വെച്ചാൽ ഇത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും കേട്ടോ. പിന്നെ ഇവിടെ തന്നെ എന്താ പറയുക, വേൾഡിലെ തന്നെ ലാർജസ്റ്റ് ക്യാമറ, പിന്നെ ഫസ്റ്റ് ക്യാമറ ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കണ്ട പണ്ട് കാലത്തെ ക്യാമറകളൊക്കെ കണ്ട നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇത്രയും വലിയ ക്യാമറകളിൽ നിന്നാണോ അതും വളരെ ചെറിയ ക്യാമറയായിട്ട് ടെക്നോളജി ഇമ്പ്രൂവ് ആകുമ്പോഴുള്ള അതുകളൊക്കെ നമുക്കിത് കാണുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും കേട്ടോ. പിന്നെ നമ്മൾ പണ്ടത്തെ കമ്പ്യൂട്ടറും ഇപ്പോഴത്തെ ലാപ്ടോപ്പ് ഇതൊക്കെ മിനി ലാപ്ടോപ്പും ഒക്കെ കാണുമ്പോൾ അറിയാലോ. അതുപോലെ തന്നെ ക്യാമറ കണ്ട ഇതൊക്കെ പണ്ടത്തെ ക്യാമറകളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വൻ ശേഖരം തന്നെ ഇവിടെ ഉണ്ട്. ഈ ക്യാമറ കണ്ടിട്ടാണ് കേട്ടോ എനിക്ക് വളരെ ഒരു അത്ഭുതമായിട്ട് തോന്നുന്നത്. ഇതാണ് വേൾഡിലെ ലാർജസ്റ്റ് ക്യാമറയാണിത്. ഈ ക്യാമറയുടെ വലിപ്പം നോക്കിയാലേ, ഇത് എങ്ങനെയാണ് ഇതിൽ നിന്നിട്ട് പണ്ടത്തെ ആൾക്കാർ ഫോട്ടോ എടുത്തോളുന്നതെന്ന് എനിക്കറിയില്ല. ഇതിൽ വേണമെങ്കിൽ ഒരു സ്റ്റൂളൊക്കെ ഇട്ട് നിന്നിട്ട് പിന്നെ ഇത് വെക്കാൻ തന്നെ ഒരു സ്പേസ് വേണ്ടി വരില്ലേ. ഇങ്ങനെ ഇതുപോലെ ഒരു ടേബിളാ എങ്ങനെയാണാവോ ഇത് ഫോട്ടോ എടുത്തോളുന്നതെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ലെൻസും കാര്യങ്ങളും ഒക്കെ നോക്കണതും. അപ്പോൾ ഇത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് കണ്ടതിൽ വെച്ചിട്ട് തോന്നി കേട്ടോ. പിന്നെ ഞാൻ ഫസ്റ്റ് തന്നെ പറയണമെന്ന് വെച്ചതായിരുന്നു, ഞാൻ വിട്ടുപോയി. ഇതാണ് ഞാൻ ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ അവിടെയുള്ള ടിബറ്റൻസ് മാർക്കറ്റിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്ന വുള്ളൻ ക്ലോത്ത്സ്. ഞാൻ പറഞ്ഞില്ലേ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അതിട്ടിട്ട് വീഡിയോ വരുന്നുണ്ടെന്ന്. അപ്പോൾ അത് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടിബറ്റൻ മാർക്കറ്റ്? അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടാണ്, നല്ല റേറ്റായി, 1500 ആയി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ തണ്ടർ വേൾഡിൻ്റെ പാർട്ട് 2 ആണ് നെക്സ്റ്റ് വീഡിയോ വരുന്നത്. അതിൽ ഇനിയും സ്നോ വേൾഡ് കാണാനുണ്ട്, പിന്നെ റെയിൻ ഫോറസ്റ്റ് ഉണ്ട്, ഹൊറർ ഉണ്ട്, 3D ഉണ്ട്, അങ്ങനെ ഹോഴ്സ് സഫാരി, അതൊക്കെ ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ, ടേക്ക് കെയർ, സീ യു.